Hi dears, welcome back. അപ്പോൾ ഇന്ന് ഞാനൊരു ജിലേബിയുടെ റെസിപ്പിയാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് വീട്ടിലുള്ള ചേരുവകളൊക്കെ വെച്ചിട്ട് തന്നെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ജിലേബിയാണിത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് തയ്യാറാക്കുക എന്നുള്ളതൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഈ ഒരു ജിലേബി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ആദ്യം തന്നെ എടുത്തിട്ടുള്ളത് പുളിച്ച ദോശമാവാണ് കേട്ടോ. നമ്മൾ സാധാരണ അരിയും ഉഴുന്നൊക്കെ അരച്ചിട്ടുള്ള ആ ഒരു ദോശമാവ് തന്നെയാണ്. അപ്പോൾ ഇത് പൊങ്ങി വന്നിട്ടുള്ള മാവാണ്. ഇത് 3/4 കപ്പാണ് ഉണ്ടായിരുന്നത്. അത് ഞാനൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റെസിപ്പിയിൽ നമ്മൾ തൈരൊന്നും ചേർക്കുന്നില്ല. സാധാരണ നമ്മൾ ജിലേബിയുടെ റെസിപ്പിയിൽ മൈദയും തൈരും ഒക്കെ ചേർത്തിട്ടാണ് തയ്യാറാക്കാറുള്ളത്. അപ്പോൾ അതിന് പകരമായിട്ടാണ് ഈ ദോശമാവ് ഒഴിച്ചിട്ടുള്ളത്. ഇനി ഈ ഒരു ദോശമാവ് കുറച്ച് ഒരു ലൂസായിട്ടല്ലേ ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ ജിലേബിൻ്റെ ആ ഒരു മാവിൻ്റെ കൺസിസ്റ്റൻസിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് പാകത്തിനുള്ള മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 1/4 കപ്പ് മൈദയാണ് കേട്ടോ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്കിനി മിക്സ് ചെയ്ത് നോക്കിയിട്ട് വേണമെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു നുള്ള് ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ അതാ ഈ ഒരു പാകത്തിലുള്ള മാവാണ് കേട്ടോ വേണ്ടത്. ഒരുപാട് ലൂസായിട്ടും പോവരുത്, എന്നാൽ ഒരുപാട് തിക്കായിട്ടും പോവരുത്. ഇതാ ഈ ഒരു പാകമാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ യെല്ലോ കളറിലുള്ള ജിലേബിയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു മാവിലേക്ക് യെല്ലോ കളറും കൂടെ ചേർത്ത് കൊടുക്കട്ടെ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ജെൽ കളറാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം ഒരു ഡ്രോപ്പ് ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്ത് നോക്കിയിട്ട് പിന്നെ വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ജെൽ കളറാകുമ്പോൾ നല്ല കളർ ഉണ്ടാവും, കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഇതിലേക്ക് 2 ഡ്രോപ്പ് കളറാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ജിലേബിയിലേക്ക് വേണ്ട ഷുഗർ സിറപ്പ് ഒന്ന് തയ്യാറാക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 1/2 കപ്പ് പഞ്ചസാരയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു 3/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് തിളപ്പിക്കാനായിട്ട് വെക്കാം. ഇപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ച് പഞ്ചസാരയൊക്കെ ഉരുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു ഡ്രോപ്പ് യെല്ലോ ഫുഡ് കളറും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ നാരങ്ങനീരും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പഞ്ചസാര ക്രിസ്റ്റൽ ആവില്ല. ഇനി നന്നായിട്ടൊന്ന് തിളച്ചിട്ട് ഇത് കുറച്ചൊന്ന് തിക്കായിട്ട് വരണം കേട്ടോ. അപ്പോൾ സിറപ്പ് നമുക്ക് കയ്യിൽ തൊട്ടാൽ ഒരു കയ്യിലിങ്ങനെ ഒട്ടി പിടിക്കുന്ന ആ ഒരു പരുവത്തിലായാൽ മതി. അല്ലാതെ കമ്പിപ്പാവ് ഒന്നും ആവണ്ട, അത്ര തിക്കാവണ്ട. അപ്പോൾ ഒന്ന് തിക്കായിട്ട് വന്നാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. അപ്പോൾ നമ്മുടെ സിറപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ജിലേബി പൊരിക്കാൻ വേണ്ട ഓയിൽ ഇവിടെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് മാവ് ഇതിലേക്ക് ഇതുപോലെ ഒന്ന് സ്ക്യൂസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഒരു പൈപ്പിംഗ് ബാഗിലോ അല്ലെങ്കിൽ ഒരു സ്ക്യൂസിംഗ് ബോട്ടിലൊക്കെ ആക്കിയിട്ട് മാവ് ഒഴിച്ചു കൊടുത്താൽ മതി. നിങ്ങൾക്ക് എത്ര വലിപ്പമാണോ വേണ്ടത് അതിനനുസരിച്ച് ചുറ്റിച്ചു കൊടുക്കുക. ഇനി ഇത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ ഫ്രൈ ചെയ്തെടുക്കാൻ. ഇത് പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. അപ്പോൾ ഒരുപാട് നേരം എണ്ണയിലിട്ടിട്ട് മൊരിഞ്ഞു പോയാൽ പിന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഷുഗർ സിറപ്പ് കയറില്ല. അപ്പോൾ അത് നോക്കിയിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് മൊരിഞ്ഞ് കിട്ടും കേട്ടോ. അപ്പോൾ 2 സൈഡും ഒന്ന് തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് ഒന്ന് മൊരിഞ്ഞ് വന്നാൽ നമുക്ക് പെട്ടെന്ന് കോരി എടുത്തിട്ട് ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കാം. ആ ചൂടോട് കൂടി തന്നെ സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് കോരിയെടുക്കാം. എന്നിട്ട് ചൂടോട് കൂടി തന്നെ നമുക്ക് ഈ ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് അടുത്ത മാവും കൂടെ ഇതുപോലെ തന്നെ ചുറ്റിച്ച് കൊടുക്കാം. അപ്പോൾ ഈ ഒരു സമയം മാത്രം നമ്മൾ ഷുഗർ സിറപ്പിൽ ആ ഒരു ജിലേബി ഇട്ട് വെച്ചാൽ മതി. അപ്പോൾ ഇത് ചുറ്റിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് അത് കോരിയെടുക്കാം. അപ്പോൾ ഒരുപാട് സമയമൊന്നും ഇട്ട് വെക്കേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ ഇത് റെഡിയായി കിട്ടും കേട്ടോ. അപ്പോൾ അടുത്ത ബാച്ച് പൊരിഞ്ഞ് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഈ ഒരു ഷുഗർ സിറപ്പിൽ ഇട്ട് വെച്ചതൊക്കെ കോരിയെടുക്കാം. ഇപ്പോൾ ഇതിൽ ഉള്ളിലേക്കൊക്കെ ഷുഗർ സിറപ്പൊക്കെ നന്നായിട്ട് കയറിയിട്ടുണ്ട്. ഇനി ഇത് മാറ്റിയിട്ട് നമുക്ക് അടുത്ത ബാച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇതാ ഞാൻ മുഴുവൻ ജിലേബിയും ഇവിടെ പൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അത്രയും കുറഞ്ഞ മാവും കൊണ്ട് ഇതാ ഇത്രയും ജിലേബി ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന മഞ്ഞ ജിലേബിനേക്കാളും നല്ല ടേസ്റ്റുള്ള ജിലേബി നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ ഇതുപോലുള്ള ചെറിയ മഞ്ഞ ജിലേബി വാങ്ങിക്കുമ്പോൾ അതിന് ചെറുതായിട്ടൊരു പുളിപ്പൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ തൈരിൻ്റെ പുളിപ്പാണത്. അപ്പോൾ ഇതിൽ തൈരൊന്നും ചേർക്കാത്തതുകൊണ്ട് ഇതിന് അങ്ങനത്തെ പുളിപ്പൊന്നുമില്ല. അപ്പോൾ ദോശമാവാണ് ഇതിൽ ചേർത്തതെന്ന് പറയാനും പറ്റില്ല, അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ. അപ്പോൾ നിങ്ങൾക്ക് ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്